ഹായ് ഓൾ, വെൽക്കം ടു ബിന്നസ് ഇന്ത്യൻ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ സിമ്പിൾ ആയിട്ടൊരു ക്ലാസ് ആട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് 3 സ്റ്റേജസ് ആണ് അല്ലെ മെയിൻ ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാനും, അതുപോലെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറയാനും, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയാനും അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് പറയുന്നത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ഈ 3 രീതിയിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 10 സെറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നുമില്ല. ഒരു 10 വെർബിനെ നമ്മൾ എങ്ങനെയാണ് 3 രീതിയിൽ സംസാരിക്കുന്നത് എന്നുള്ള ചെറിയ ചെറിയ സെന്റൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു. എന്താണത്? പാസ്റ്റ് ആണ് അല്ലെ. ഞാൻ ഭക്ഷണം കഴിച്ചു. ഇതിൽ ഏത് വെർബാ വരുന്നത്? ക്രിയ എന്ന് പറയുന്നത് കഴിച്ചു എന്ന് പറയുന്നതാ അല്ലെ. അപ്പൊ ഇവിടെ കഴിച്ചു എന്ന് പറയുന്നതിനെ ഖാന എന്നാ പറയാം. ഭക്ഷണത്തിനെയും പറയുന്നത് എന്താണ്? ഖാന എന്നാ അല്ലെ. ഇത് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ്. ഖാന എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു വേർഡാണ്. അപ്പൊ ഇതിൽ ഖാന എന്നുള്ള വേർഡിനെ എങ്ങനെയാണ് നമ്മൾ 3 രീതിയിൽ സംസാരിക്കുന്നതാണ് ഇപ്പൊ നോക്കുന്നത്. ഇവിടെ ഞാൻ ഭക്ഷണം കഴിച്ചു എങ്ങനെയാ പറയാ? മെനെ ഖാന കായ. മെനെ ഖാന കായ എന്താണ്? ഖാന എന്നുള്ള വേർഡിന്റെ പാസ്റ്റ് ആണ് ഖായ. മെനെ ഖാന ഖായ. ഇനി ഖാലിയ എന്നൊക്കെ കേൾക്കൂട്ടോ, അതും ഇത് തന്നെയാണ്, പാസ്റ്റ് രൂപമാണ്. നമുക്ക് എല്ലാം ഒന്നും പറയണ്ട. മെയിൻ ആയിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു വേർഡ് മാത്രമായിട്ട് പറയാം കേട്ടോ. ഇവിടെ ഖായ എന്ന് പറഞ്ഞാൽ കഴിച്ചു എന്ന് പറയുന്ന. അപ്പൊ ആ സെന്റൻസിൽ അത് വന്നു, പിന്നെ ഖാന കായ. ഓക്കെ, ഇനി ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പറയുമ്പോഴോ? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, പ്രസന്റ് ആണ് അത് അല്ലെ. ഇപ്പൊ എന്ത് ചെയ്യാ? ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. എങ്ങനെയാ പറയുന്നേ? മേ ഖാന ഖാറാവും. മേ ഖാന ഖാറാവും. ഇനി സ്ത്രീ ആണെങ്കിൽ മേ ഖാന ഖാരിഹിഹും എന്നാ പറയണ്ടേ. സ്പീഡിൽ പറയുമ്പോ മേ ഖാന ഖാരിയും എന്ന് പറയാട്ടോ. മേ ഖാന ഖാരിയും. ഇനി ഷോർട്ടായിട്ട് എങ്ങനെയാ പറയാ? നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ, പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലെ. ഇനിയിപ്പോ പുരുഷൻ ഖാരഹാവും എന്ന് പറയണം, സ്ത്രീ ഖാരിഹിയും എന്ന് പറയണം. ആ ഡിഫറൻസ് ഒക്കെ ഒന്ന് വരാതിരിക്കാനായിട്ട് മേ ഖാന ഖാരെ എന്ന് പറയാനായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഷോർട്ടായിട്ട് അങ്ങനെ പറയാം. ആരായാലും, സ്ത്രീ ആയാലും പുരുഷനായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് രഹ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. മേ ഖാന ഖാരെ, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പറയുന്ന. നേരത്തെ നമ്മൾ കണ്ടു അല്ലെ, മേനെ ഖാന കായ എന്നാ പറഞ്ഞത്. എന്താണ് അവിടെ? മേ അല്ല പറഞ്ഞേ, മേനെ എന്നാ പറഞ്ഞേ. ഇതെല്ലാം ഹിന്ദിയിൽ വരുന്ന ചെറിയ ഗ്രാമറുകളാണ്. അവിടെ മേ ഖാന കായ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമല്ല, അർത്ഥം രണ്ടും ഒന്നാണ്. അവിടെ നേ എന്നുള്ള ഒരു വേർഡിന് ഒരു പ്രത്യേക അർത്ഥമൊന്നുമില്ല. പക്ഷെ ഗ്രാമർ പ്രകാരം കഴിഞ്ഞുപോയ എല്ലാ സിറ്റുവേഷനിലും ഇല്ല കേട്ടോ. കഴിഞ്ഞുപോയ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ഈ നേ കൂട്ടി പറയുന്നില്ല. ചില സ്ഥലങ്ങളിൽ അതൊന്നും നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. സംസാരിക്കാൻ പഠിക്കുന്നവർ ഇപ്പോ മേനെ പറഞ്ഞാലും മേ പറഞ്ഞാലും ഒക്കെ തെറ്റൊന്നും വിചാരിക്കണ്ട കേട്ടോ. മേ ഖാന കായ എന്ന് പറയാം. ഓക്കെ, ഇവിടെ മേ ഖാന ഖാറെ, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. ഇനി നിങ്ങൾ കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ? ഫ്യൂച്ചർ ആണ് അല്ലെ. പിന്നെ, ഞാൻ പിന്നെ കഴിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ കഴിക്കാം, ഞാൻ പിന്നെ കഴിക്കും. ഇതൊക്കെ എന്താണ്? ഫ്യൂച്ചർ ആണ്. പല രീതിയിൽ പറയുന്നേ ഉള്ളൂ അല്ലെ, പല സിറ്റുവേഷനില്. അപ്പൊ എങ്ങനെയാ പറയാ? എല്ലാത്തിനും ഒറ്റ വാക്കുള്ളൂ, മേ ഭാതുമേ, പിന്നീട് എന്ന് പറയുന്ന കേട്ടോ. ഭാതുമേ, മേ ഭാതുമേ കാവുങ്ക. സ്ത്രീ ആണെങ്കിൽ ഖാവുങ്കി. മേ ഭാതുമേ കാവുങ്കി, ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് പറയുന്ന. അപ്പൊ ഈ വേർഡ് എങ്ങനെയൊക്കെയാ വന്നേ? ഖാന എന്നുള്ള വേർഡിന്റെ ഇത് ഫസ്റ്റ് സെറ്റ് ആയതുകൊണ്ടാട്ടോ ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഖാനയുടെ പാസ്റ്റ് ആണ് ഖായ, ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞു. പ്രസന്റ് ആണ് ഖാരഹാഹും അല്ലെങ്കിൽ ഖാരിഹീഹും. ഫ്യൂച്ചർ ആണ് ഖാവുങ്ക അല്ലെങ്കിൽ ഖാവുങ്കി എന്ന് നമ്മൾ പറഞ്ഞത്. ഇവിടെ മേ പറഞ്ഞപ്പോഴാണ് ഊങ്ക ഖാവൂങ്ക എന്ന് പറഞ്ഞത്. ഇനി അവനാണെങ്കിലോ ഓ ഖായേക എന്ന് പറയാം. ഈ ഫ്യൂച്ചറിന് മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു സെറ്റ് കഴിഞ്ഞു. ഇനി അവൻ ഇന്നലെ വന്നു. പാസ്റ്റ് ആണ്, അവൻ ഇന്നലെ വന്നു. എങ്ങനെ പറയാ? ഓ കല്ലായ. ഓ കല്ലായ. ഇനി അവളാണെങ്കിൽ ഓ കല്ലായി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റില് അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഓ ആരഹാഹെ. അവിടെ ആരഹാഹെ എന്ന് പറഞ്ഞത് അവനായതുകൊണ്ടാ. ഓ ആരഹിഹി എന്നാണെങ്കിൽ അത് അവളാണ് കേട്ടോ. അതാണ് ആ വ്യത്യാസം വരുന്നത് കേട്ടോ. ഇനി അതുമല്ല, നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഓ ആരെ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ വരികയാണ് എന്ന് പറയുന്നതാ. അവനോ അവളോ ആയിക്കോട്ടെ. ഓ ആരെ എന്ന് പറയുമ്പോൾ നമുക്ക് ആരാന്ന് മനസ്സിലാവില്ല അല്ലെ. ഓ ആരഹി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. ഓ ആരഹാഹെ എന്ന് പറഞ്ഞാൽ അത് പുരുഷനാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. ഇത്രയുള്ള അതിന്റെ വ്യത്യാസം. അതാണ് പ്രസന്റ് ഫോം. ഇനി ഫ്യൂച്ചറിൽ അവൻ നാളെ വരും എന്നാണെങ്കിൽ അവനാണ് അല്ലെ. അവിടെ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ഞാൻ പിന്നീട് കഴിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ പിന്നീട് കഴിക്കാം എന്ന് പറയുമ്പോ മേ ഭാതമേ കാവൂങ്ക ഊങ്ക എന്ന് പറഞ്ഞു.
ഇവിടെ എങ്ങനെയാണ്? അവൻ നാളെ വരും. അവിടെ ആന എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ആനയുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ആണ് പറയുന്നത്. അപ്പൊ ഫ്യൂച്ചർ എന്താണ്? ആവൂങ്ക. മേ ആണെങ്കിൽ മേ കൽ ആവൂങ്ക എന്ന് പറയണം. നേരത്തെ നമ്മൾ കാവൂങ്ക എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ അവനായതുകൊണ്ട് നമ്മൾ ഊങ്ക സൗണ്ട് അല്ല പറയുന്നത്, ഏക എന്നാണ്. വോ കൽ ആയേക, അത്രേ ഉള്ളൂ. അവളാണെങ്കിൽ വോ കൽ ആയേക്ക്. ഇതാണ് ആ വ്യത്യാസം വരുന്നത് കേട്ടോ. 3 രീതിയിലാണ് പറയുന്നത്. ഒന്ന് ഞാൻ പറയുമ്പോ മേ കൽ ആവൂങ്ക ആവൂങ്കി, സ്ത്രീയും പുരുഷനും മാറ്റി പറഞ്ഞു. ഇനി അവനോ അവളാണെങ്കിലോ ആയേക ആയേകി. ഇനി ഒന്നും കൂടിയുള്ളൂ, ആയേങ്കെ ആയേങ്കി. അതൊന്നുമില്ല, അത് റെസ്പെക്ട് കൊടുത്ത് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ആ വരുന്ന വ്യക്തി പുരുഷനാണ്, പക്ഷെ നമ്മുടെ ഫാദർ ആണ്, നമ്മുടെ പപ്പയാണെന്നുണ്ടെങ്കിൽ പാപ്പ കൽ ആയെങ്കിൽ ആ റെസ്പെക്ട് കൊടുത്ത് നമ്മൾ ആ വേർഡിനെ മാറ്റിയെന്ന് മാത്രം കേട്ടോ. ഇനിയിപ്പൊ അത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്. ഇപ്പൊ എന്റെ സീരീസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഡിഫറൻസ് അറിയാം. ഫ്യൂച്ചറിൽ വരുന്ന ഒരു 3 പാറ്റേൺ ആണിത്. ഇതിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയാം. എന്നാൽ പോലും അറിയാത്തവരുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഓ കല്ലാവുക എന്ന് പറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്. ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് വരും. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ അതൊക്കെ എന്തെങ്കിലും വന്നു എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒരു പ്രാക്ടീസ് ക്ലാസ് ആണ്. കാരണം ഒരുപാട് വാക്കുകൾ നമ്മളിങ്ങനെ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഓൾറെഡി നമ്മുടെ സീരീസ് അറ്റൻഡ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പുതുതായിട്ട് കാണുന്നവർക്കുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രാക്ടീസ് ക്ലാസ് ആണ് ഇത് കേട്ടോ. അപ്പൊ ഇതെല്ലാവർക്കും ഒരുപോലെ യൂസ് ആവുന്നതാണ്. ഇപ്പൊ ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞു, നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മെമ്പേഴ്സ് ഓൺലിയിൽ ഇപ്പൊ 50 days ക്ലാസ് റണ്ണിങ് ആണ്. ഇപ്പൊ സ്റ്റാർട്ടിങ് മുതൽ ബേസിക്സ് മുതൽ പഠിപ്പിച്ചുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്ലാസ് ആണ് ആദ്യം കാണേണ്ടത്, അല്ലെങ്കിൽ ഏത് ക്ലാസ് മുതലാണ് നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടത് എന്നൊക്കെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ 1500 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം കേട്ടോ. ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചു. എങ്ങനെയാ പറയാ? ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചു. ആജ്മേനെ ജൽദി നഹായ. അവിടെ കുളിക്കുക എന്ന് പറയുന്ന വേർഡാണ് നഹാന. അതിന്റെ പാസ്റ്റ് ആണ് നഹായ. അജ്മേനെ ജൽദി നഹായ. ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചു. ഇനി പലരും വിളിക്കുന്ന സമയത്ത് ഞാൻ കുളിക്കുക എന്ന് പറയണം അല്ലെ. ഞാൻ കുളിക്കുകയാണ് എങ്ങനെ പറയും? മേ നഹാറെ. മേ നഹാറിയും. ഞാൻ കുളിക്കുകയാണ്. മേ നഹാറിയും. രഹിയും രഹാവും. അതാണ് കേട്ടോ. ഓക്കെ, ഞാൻ കുളിക്കുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കുളിക്കുന്നില്ല, ഞാൻ വൈകുന്നേരം കുളിക്കാം. ഞാൻ വൈകുന്നേരം കുളിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം കുളിക്കും എന്ന് പറയാനായിട്ട് മേ ശ്യാംകോ നഹാവുങ്ക. ഞാനായതുകൊണ്ട് ഊങ്ക, അതല്ല ഞാൻ സ്ത്രീ ആയതുകൊണ്ട് ഊങ്കി കേട്ടോ. മേ ശ്യാംകോ നഹാവൂങ്കി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വൈകുന്നേരം കുളിക്കും. ഇതാണ് നഹാന എന്നുള്ള വേർഡിന്റെ 3 രൂപങ്ങൾ. ഇനി അവൻ ഉറങ്ങി എന്ന് പറയാനായിട്ട് അവൻ ഉറങ്ങി. ഉറങ്ങുക എന്ന് പറയുന്നത് സോന അല്ലെ. വോ സോഗയ അല്ലെങ്കിൽ വോ സോയ എന്ന് പറയാം. അവൻ ഉറങ്ങി എന്ന് പറയുന്നതാ. വോ സോഗയി എന്ന് പറഞ്ഞാൽ അവൾ ഉറങ്ങി എന്നാവും കേട്ടോ. അതാണ് ആ വ്യത്യാസം വരുന്നത്. ഇനി അവൻ ഉറങ്ങുകയാണ്, എടാ മിണ്ടാതിരിക്കി, അവൻ ഉറങ്ങുകയാണ് എന്നാണ് പറയണെങ്കിൽ വോ സോ രഹാഹെ. വോ സോരെ. അവൻ ഉറങ്ങുകയാണ്. വോ സോ രഹാഹെ. മനസ്സിലായില്ലേ? ഇനി അതുപോലെ ഇന്ന് അവൻ നേരത്തെ ഉറങ്ങും. അവന് നാളെ നേരത്തെ എവിടെയോ പോകാനുള്ളതാണ്, അതുകൊണ്ട് ഇന്ന് അവൻ നേരത്തെ ഉറങ്ങും. അപ്പൊ എങ്ങനെ പറയും? ആജുവോ ജൽദി സോയേക. ആജുവോ ജൽദി സോയേക. ഏക സൗണ്ട് കേട്ടോ. അവനായതുകൊണ്ട് ഏക. ആജുവോ ജൽദി സോയേക. ഇന്നവൻ നേരത്തെ ഉറങ്ങും. ഇനി അതുപോലെ ഞാൻ എല്ലാ ജോലിയും ചെയ്തു. എങ്ങനെ പറയാ? ഞാൻ എല്ലാ ജോലിയും ചെയ്തു. മെനെ സാരാ കാം കിയ. മെനെ സാരാ കാം കിയ. അവിടെ കാം എന്ന് പറയുന്നതാണ് ജോലി. സാരാ കാം എന്ന് പറയുമ്പോ എല്ലാ ജോലിയും. ചെയ്തു എന്ന് പറയാൻ കർണ എന്നുള്ള വേർഡിന്റെ പാസ്റ്റ് ഫോം കിയ. മെനെ സാരാ കാം കിയ. ഞാൻ എല്ലാ ജോലിയും ചെയ്തു. ഞാനിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? ഞാനിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മേ കാം കർ റാഹും. മേ കാം കർ റാഹും രഹിയും കേട്ടോ. മേ കാം കർ റഹിയും. ഞാൻ ജോലി ചെയ്യുകയാണ്. ഇപ്പൊ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മേ കാം കർ റഹിയും. ഓക്കെ, ഈ ജോലി ഞാൻ വൈകുന്നേരം ചെയ്തോളാം. ഈ ജോലി ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല, ഞാൻ വൈകുന്നേരം ചെയ്യാം എന്ന് പറയുമ്പോ ചെയ്യാം, ചെയ്തോളാം, ചെയ്യും എന്ത് വേണേലും പറയാം അല്ലെ. ഇതെല്ലാത്തിനും ഫ്യൂച്ചർ ഒരേ വേർഡേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ
ये काम मैं शाम को करूंगा. ये काम मैं शाम को करूंगा. ഈ ജോലി ഞാൻ ഊങ്ക മേ ആയതുകൊണ്ട് ഊങ്ക ഊങ്കി സൗണ്ടാ വരുന്നത് അല്ലെ. ഈ ജോലി ഞാൻ വൈകുന്നേരം ചെയ്തോളാം. ये काम मैं शाम को करूंगा. ഇനി അടുത്ത വേർഡാണ് മില്ല. മില്ല എന്നുള്ള വേർഡ് വെച്ചിട്ട് നമുക്ക് 3 രൂപങ്ങൾ നോക്കാം കേട്ടോ. മില്ല എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുക എന്നുള്ള അർത്ഥത്തില് എനിക്ക് ആ പാഴ്സൽ കിട്ടി എന്നാണ് പറയണെങ്കിൽ എനിക്ക് ആ പാഴ്സൽ കിട്ടി എങ്ങനെ പറയാ? മുജെ വോ പാഴ്സൽ മിൽ ഗയ അല്ലെങ്കിൽ മില എന്ന് പറഞ്ഞാൽ മതി. മുജെ വോ പാഴ്സൽ മില, എനിക്ക് ആ പാഴ്സൽ കിട്ടി. ഇനിയിപ്പം പാഴ്സൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആ പാഴ്സൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഫ്ലിപ്കാർട്ട് സേ, ഫ്ലിപ്കാർട്ടിൽ നിന്നും സേ എന്നുള്ളൊരു വേർഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് എന്തും ആയിക്കോട്ടെ അവിടെ നിന്നും എന്ന് പറയാനായിട്ട് വഹാ സേ. ഓക്കെ, അപ്പൊ വോ പാഴ്സൽ ആ രഹാ ഹേ, വോ പാഴ്സൽ ആ രഹാ ഹേ, വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ എന്നുള്ളതാണ്. ഇനി ആ പാഴ്സൽ നാളെ കിട്ടും. ഫ്ലിപ്കാർട്ട് സേ വോ പാഴ്സൽ കൽ മിലേഗ. മിലേഗ ഏക സൗണ്ട് കേട്ടോ. വോ പാഴ്സൽ കൽ മിലേഗ. ഇവിടെ കിട്ടാൻ പോകുന്ന വസ്തു സ്ത്രീലിംഗം ആണെന്നുണ്ടെങ്കിൽ മിലേഗി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സൈക്കിളാണ് നമുക്ക് വരാനിരിക്കണമെങ്കിൽ സൈക്കിൾ സ്ത്രീലിംഗമാണ്. അതൊക്കെ നോക്കി സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേടാവണ്ട, അത് വിട്ടേക്കുക. ഓ പാഴ്സൽ കൽ മിലേഗ എന്ന് പറഞ്ഞാൽ മതി. ആ പാഴ്സല് നാളെ കിട്ടും എന്ന് പറയുന്ന. ഇനി അടുത്ത വേർഡാണ് ദേന. ദേന എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് അല്ലെ. കൊടുക്കുക എന്ന് പറയാനും തരിക എന്ന് പറയാനും. ഇവിടെ നമുക്ക് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 3 രൂപ നോക്കുവാണെങ്കിൽ അത് ഞാൻ അവന് ഇന്നലെ കൊടുത്തു. അത് ഞാൻ അവന് ഇന്നലെ കൊടുത്തു. ഓ മേനെ ഉസ്കോ കൽ ദിയ. ഓ മേനെ ഉസ്കോ കൽ ദിയ, ദേ ദിയ എന്ത് വേണേലും പറയാം കേട്ടോ. ഓ മേനെ ഉസ്കോ കൽ ദിയ, അത് ഞാൻ അവന് ഇന്നലെ കൊടുത്തു എന്നാണ് ആ സെന്റൻസ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാൻ നമ്മളോട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട്, നമ്മളത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചോദിക്കുക നമ്മളോട് ഫോൺ ചെയ്തിട്ടോ എങ്ങനെയും ചോദിക്കുകയാണ്, കൊടുത്തോ നീ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. മേ ദേരാവും, മേ ദേരഹാഹും, ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതാ. ഇനി അത് ഞാൻ അവന് നാളെ കൊടുക്കാം, അത് ഞാൻ അവന് നാളെ കൊടുക്കാം. അപ്പൊ അവിടെ ഫ്യൂച്ചർ ആയി അല്ലെ. എങ്ങനെ പറയും? വോമേ ഉസ്കോ കൽ ദേ ദൂങ്ക. വോമേ ഉസ്കോ കൽ ദൂങ്ക അല്ലെങ്കിൽ ദേ ദൂങ്ക എന്ത് വേണേലും പറയാം കേട്ടോ. ദൂങ്ക എന്ന് പറയാം അല്ലെങ്കിൽ ദേ ദൂങ്ക. വോമേ ഉസ്കോ കൽ ദേ ദൂങ്ക, അത് ഞാൻ അവന് നാളെ കൊടുക്കും എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാട്ടോ. ഇപ്പൊ പുതുതായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിട്ടായാലും അതല്ല ഇപ്പൊ നമ്മുടെ സീരീസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിട്ടായാലും ഒരു ചെറിയ പ്രാക്ടീസ് ക്ലാസ് ആട്ടോ ഇത്. കാരണം പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും മെയിൻ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ഈ രൂപമാറ്റം എങ്ങനെ വരുത്തി സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത് 3 കൂടി ഒരു സെറ്റായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു സെറ്റായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2-3 വാക്കും കൂടി ഉള്ളൂ കേട്ടോ. അത് തന്നെ ഖരീദന. ഖരീദന എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും സാധനം ഞാൻ വാങ്ങിച്ചു എന്നെങ്ങനെയാ പറയാ? വോ മേനെ ഖരീദ. വോ മേനെ ഖരീദ, അത് ഞാൻ വാങ്ങിച്ചു എന്ന് പറയുന്ന. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും എടാ നീ അത് വാങ്ങിച്ചോ? ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വോമേ ഖരീദ് രാവും, ഖരീദ് രഹാഹും അല്ലെങ്കിൽ ഖരീദ് റേ, ഇപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന. എല്ലാം ഒരുപോലെയാണ് കേട്ടോ. ഈ വേർഡ് മാത്രമേ മാറുന്നുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഓക്കെ, വോമേ ഖരീദ് രാവും, അത് ഞാൻ വാങ്ങുകയാണ്. ഇനി അത് ഞാൻ നാളെ വാങ്ങാം. വോമേ കൽ ഖരീദൂങ്ക. വോമേ കൽ ഖരീദൂങ്ക, അത് ഞാൻ നാളെ വാങ്ങാം എന്ന് പറയുന്ന. ഇനി അടുത്തത് എത്തിച്ചേരുക. എത്തിച്ചേരുക എന്ന് പറയുന്നത് പഹുഞ്ചന എന്നുള്ള വേർഡാട്ടോ. അപ്പൊ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എപ്പ എത്തി എന്ന് ചോദിക്കുമ്പോ ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തി. മേ കൽ ശ്യാം കോ പഹുഞ്ച് ഗയ, പഹുഞ്ച് ഗയി. ഓക്കെ, മേ കൽ ശ്യാം കോ പഹുഞ്ച് ഗയ, ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തി എന്ന് പറയുന്ന. അതല്ല ഇപ്പൊ നമ്മൾ എവിടേക്കെങ്കിലും പോയിക്കൊണ്ടിരിക്കുമ്പോ എടാ നീ എത്താറായോ എന്ന് ചോദിക്കുമ്പോ ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. മേ പൗഞ്ചരാവും, മേ പൗഞ്ചരാവും, മേ പഹുഞ്ചരാഹും അല്ലെങ്കിൽ രഹിഹും കേട്ടോ. മേ പൗഞ്ചരെ, ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന. ഇനിയിപ്പോ ഞാൻ വൈകുന്നേരം അവിടെ എത്തും എന്ന് പറയാനാണ്. ഇപ്പൊ അവിടെ നിന്ന് നമ്മൾ വന്നോണ്ടിരിക്കുമ്പോ പറയാം അല്ലെ, ഞാൻ വൈകുന്നേരം ആകുമ്പോ അവിടെ എത്തും അല്ലെ. എങ്ങനെ പറയാ? മേ ശ്യാം കോ പഹുഞ്ചുക, മേ ശ്യാം കോ പഹുഞ്ചുക, അവൻ വൈകുന്നേരം എത്തും. വോ ശ്യാം കോ പഹുഞ്ചേക, വോ ശ്യാം കോ പഹുഞ്ചേക, പപ്പ വൈകുന്നേരം എത്തും. പപ്പ
ശ്യാം കോ പഹുഞ്ചേങ്കെ. പാപ്പ ശ്യാം കോ പഹുഞ്ചേങ്കെ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് എന്തായാലും ഡൗട്ടായിട്ട് വരുന്ന കാര്യമായിരിക്കും. നിങ്ങൾ സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്യൂച്ചറിൽ പല പല വാക്കുകൾ യൂസ് ചെയ്ത് സംസാരിക്കുന്നതേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് പറയുന്നത്. ഇത് മൂന്നും കൂടി ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്ത് പോവല്ലോ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വേർഡ് നോക്കാം. വൃത്തിയാക്കുക എന്ന് പറയാനായിട്ട്. ഇപ്പൊ നമ്മൾ പറയത്തില്ല, ഇന്ന് ഞാൻ വീട് വൃത്തിയാക്കി. എന്തും ആയിക്കോട്ടെ, വൃത്തിയാക്കുക എന്ന് പറയുന്നതിന് സാഫ് കർണ എന്നാ പറയാം. ആജ് മേനെ ഗർ സാഫ് കിയ. ആജ് മേനെ ഗർ സാഫ് കിയ. ഇന്ന് ഞാൻ വീട് വൃത്തിയാക്കി. അവിടെ കിയ എന്ന് പറഞ്ഞ പാസ്റ്റ് ആണ്. കർണ എന്നുള്ള വേർഡിന്റെ പാസ്റ്റ് ആണ്. സാഫ് കർണ, സാഫ് കിയ, അതാണ് അതിന്റെ പാസ്റ്റ് കേട്ടോ. ആജ് മേനെ ഗർ സാഫ് കിയ. ഇനി വൃത്തിയാക്കുകയാണ്. ഞാൻ വീട് വൃത്തിയാക്കുകയാണ്. മേ ഗർ സാഫ് കർ റഹി ഹൂം. മേ ഗർ സാഫ് കർ റഹി ഹൂം. ഞാൻ വീട് വൃത്തിയാക്കുകയാണ് എന്ന് പറയുന്ന. അതുപോലെ ഈ സൺഡേ ഞാൻ വീട് വൃത്തിയാക്കും. സൺഡേ ഞാൻ വീട് വൃത്തിയാക്കും. ഇപ്പൊ ഡെയിലി ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിട്ട് നമുക്കൊരു വീക്കിലി ഡീപ് ക്ലീനിങ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ പറയാണ് സൺഡേ ഞാൻ വീട് വൃത്തിയാക്കും എന്ന് പറയുമ്പോ സൺഡേനെ പറയുന്നത് രവിവാർ എന്നാട്ടോ. രവിവാർ മേ ഗർ സാഫ് കറൂങ്ക അല്ലെങ്കിൽ കരൂങ്കി എന്നുള്ളതാണ്. രവിവാർ മേ ഗർ സാഫ് കരൂങ്ക. സൺഡേ ഞാൻ വീട് വൃത്തിയാക്കും. രവിവാർ മേ ഗർ സാഫ് കരൂങ്ക അല്ലെങ്കിൽ കരൂങ്കി. സ്ത്രീകളാണല്ലോ കൂടുതലും അല്ലെ, സാഫ് കരൂങ്കി കേട്ടോ. അപ്പൊ ഇത്ര മതി. ഇപ്പൊ ഒരു 10 സെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം സെയിം തന്നെയാണ്. ആ വേർഡുകൾ മാത്രം അല്ലെങ്കിൽ ക്രിയകൾ മാത്രം നമ്മൾ മാറ്റി പിടിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇത് മൂന്നും കൂടി ഒരു സെറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പം നമുക്ക് മനസ്സിലാവും അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 50 ഡേയ്സ് ക്ലാസ് റണ്ണിംഗ് ആണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണാം. അതിൽ 59 സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. കൂടാതെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.